കണ്ണൂരിൽ നമുക്കറിയാം പാർട്ടി ഗ്രാമങ്ങൾ, അവിടെ RSSന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയ ഇപ്പോഴും ഉണ്ടോ? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. RSSന് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളും കടന്നു ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. കണ്ണൂർ ജില്ല ഈ രാജ്യത്തിൻ്റെ ഭാഗമാകുന്നിടത്തോളം കാലം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ RSSന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു മേഖലയില്ല. പക്ഷേ അവിടുത്തെ CPM-കാർ ധരിച്ചു വച്ചിരിക്കുന്ന, അവിടുത്തെ DYFIക്കാർ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് തങ്ങൾക്ക് അധീനതയുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് അവിടെ പ്രബല ശക്തിയായിട്ടുള്ള ചില ഏരിയകളിൽ അവിടെ മറ്റൊരു സംഘടനാ സംവിധാനത്തിനും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന SFIൻ്റെ മറ്റേ മുദ്രാവാക്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൊത്തത്തിൽ അവർ ചവിറ്റുകൊട്ടയിൽ ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില മേഖലകളുണ്ട്. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ശോഭായാത്ര നടന്നല്ലോ, ശ്രീകൃഷ്ണ ജയന്തി. ആ ശോഭായാത്ര നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു വലിയ ബോർഡ് വരികയാണ്. അതായത് CPM-ൻ്റെ DYFIൻ്റെ ഒക്കെ ഒരു മേഖലാ കമ്മിറ്റി ഓഫീസുണ്ട് ചിറ്റാരിപ്പറമ്പ്. അവിടെ ആ ചിറ്റാരിപ്പറമ്പ് മേഖലാ കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് RSS നിരോധിത മേഖല എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് വരികയാണ്. മാത്രമല്ല അവിടെ ഈ സവർക്കർ ഷൂ നക്കി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ആളുകളെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തരത്തിലേക്ക് പണ്ട് മോഹൻലാലിൻ്റെ ആ സിനിമേൻ്റെ അകത്തെ ആ സീനൊക്കെ അവിടെ എടുത്തു വെച്ചുകൊണ്ട് അത്തരത്തിൽ അവിടുത്തെ സ്വയംസേവകരെ മൊത്തത്തിൽ എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ബോർഡുകളൊക്കെ വെച്ചു. അവിടെ ശോഭായാത്രയുടെ സമയത്ത് എന്താ നടന്നത്? ശോഭായാത്ര അവിടെ നടത്താൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഈ ചിറ്റാരിപ്പറമ്പിൽ നിന്ന് തന്നെ ശോഭായാത്ര ആരംഭിച്ച് അവിടുത്തെ ബാലികമാരും ഗോപികമാരും ഒക്കെ നടന്നു പോകുന്ന ഘട്ടത്തിൽ ഇപ്പുറത്തെ സൈഡിൽ, ആ നടന്നു പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഇവർ ഇതേപോലെ RSS നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് ഫ്ലെക്സും വെച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് ഈ DYFIക്കാരായിട്ടുള്ള അന്തംഗമ്മികൾ അവിടെ നിന്ന് കൂവുകയാണ്. ഈ കൂവുന്നൊക്കെ സമയത്ത് അവിടുത്തെ കുട്ടികൾ അവിടെ പാട്ടുകൾ വെച്ച് കണ്ണൻ്റെ നൃത്തങ്ങൾ ആടുകയാണ്. അപ്പം ആ നിലയിലേക്ക് അതിനെ പ്രതിരോധിച്ചു. അതിൻ്റെ തൊട്ടു ശേഷം എന്ന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി അവിടെ വലിയൊരു പ്രതിഷേധ യോഗം നടത്തി. ആ യോഗത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രാസംഗികൻ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയായിരുന്നു. അന്ന് വത്സൻ തില്ലങ്കേരി അവിടുത്തെ CPM-കാരോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഇപ്രകാരമാണ്: എടോ കൂപമണ്ടൂകങ്ങളെ, നിങ്ങളിവിടെ RSS നിരോധിത മേഖല എന്ന് എഴുതി വെക്കുമല്ലേ, നിങ്ങളുടെയൊക്കെ അങ്ങ് ഡൽഹിയിൽ അവിടുത്തെ കേന്ദ്ര കമ്മിറ്റി ആഫീസിൻ്റെ മുന്നിൽ അവിടെ CPM നിരോധിത മേഖല എന്ന് അവിടുത്തെ RSSകാർ എഴുതി വെച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ? പിന്നെ നീയെല്ലാം നിൻ്റെ ഓഫീസിൽ കയറിയിട്ട് ഈ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ RSS കാര്യാലയത്തിൽ വന്ന് അനുമതി ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ പൊട്ടക്കിണറ്റിലെ തവളകളാകരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ മാസ് ഡയലോഗ് ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വൈറലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുതന്നെയാണ് അവിടുത്തെ ഈ പറയുന്ന CPM-കാരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം രാജ്യത്ത് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സംഘടനയെ അവിടെ ഒരു സംഘടനയ്ക്കും ഇവിടെ നിരോധിതമല്ലാത്ത മറ്റെല്ലാ സംഘടനകൾക്കും ഈ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രദേശത്തും കഴിയും. ഈ പറയുന്ന ചിറ്റാരിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയി. ഞാൻ ഈ ശനിയാഴ്ച അവിടെ വെള്ളിയാഴ്ച അവിടെ പോകുന്നു, തിങ്കളാഴ്ച ഞാൻ അവിടെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ RSS നിരോധിത മേഖല എന്ന് പറഞ്ഞ് ഇവർ ബോർഡ് വെച്ചിട്ടുള്ള ഈ ചിറ്റാരിപ്പറമ്പിൽ ശരിക്കും പറഞ്ഞ ജോണേട്ട ഒരു സംഘഗ്രാമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് വഴി നീളെ, കിലോമീറ്റർ വഴി നീളെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കാവി പുതച്ച് കിടക്കുന്ന തരത്തിലുള്ള കൊടിത്തോരണങ്ങളും കാര്യങ്ങളും മൊത്തം നിറഞ്ഞു നിന്ന് പോകുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് RSSൻ്റെ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഈ പറയുന്ന ചിറ്റാരിപ്പറമ്പ് കഴിഞ്ഞ് മാനന്തേരി എന്ന് പറയുന്ന CPM-ൻ്റെ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ട അവിടെ നിന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇതേപോലെ സമാനമായിട്ട് മൊത്തം, അതായത് കണ്ണൂരിലെ ഏതോ ഒരു RSS ഗ്രാമത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് അവിടെ സംഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സംഘത്തിൻ്റെ കുട്ടികളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പറയുന്ന മാനന്തേരിയിലും ആയിക്കോട്ടെ, അതിനപ്പുറത്തെ കണ്ണവത്തായിക്കോട്ടെ, ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ സംഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പറയുന്ന RSS നിരോധിത മേഖല എന്ന് അവർ ബോർഡ് വെച്ചിട്ടുള്ള അതേ സ്ഥലത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം അവിടുത്തെ മണ്ഡലത്തിൻ്റെ പഥസഞ്ചലനം, റൂട്ട് മാർച്ച് നടക്കുകയുണ്ടായി. ചോട്ടാ, ഒരു കാര്യം ഞാൻ പറയാം, RSS കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പഥസഞ്ചലനമായിരുന്നു അവിടെ നടന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പഥസഞ്ചലനം. അത്രത്തോളം സംഖ്യ അവിടെ സ്വയംസേവകർ പൂർണ്ണ ഗണവേഷത്തിൽ അവിടെ പങ്കെടുത്തു.
ആ ഗണവേഷത്തിലെത്തുന്ന സ്വയം സേവർ ഈ പറയുന്ന RSS നിരോധ മേഖല എന്ന് പറഞ്ഞ ബോർഡ് വെച്ചതിന് മുന്നിലൂടെ ഗണവേഷമിട്ട് പഥസഞ്ചലനം നടത്തുന്നത് റീലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നൂറുകണക്കിന് ആൾക്കാരെ തടിച്ചുകൂടി. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ നിലയിലേക്കാണ് RSS അതിനെ നേരിട്ടത്. അതായത് പൂർണ്ണ ഗണവേഷത്തിൽ ദണ്ഡയെടുത്ത് RSS കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൂടെ ഒരു 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 2 കിലോമീറ്റർ പഥസഞ്ചലനം നടത്തിയപ്പം തന്നെ അവിടുത്തെ CPMകാരൊക്കെ ഒളിച്ചു പോയി എന്ന് പറയുന്നത്. ശോഭായാത്ര നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് മുന്നിൽ കൂവിയ ഒരൊറ്റ CPMകാരുടെയും ഇതൊരു മരുന്നിന് പോലും ഈ പഥസഞ്ചലനം നടക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ കാണാനില്ലായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവിടെ മേഖലാ കമ്മിറ്റി ഓഫീസുണ്ട് DYFIക്ക്. ആ DYFIൻ്റെ ഓഫീസ് അടഞ്ഞു കിടക്കുമായിരുന്നു. ആലോചിച്ച് നോക്കണം. DYFIൻ്റെ ഓഫീസ് അടഞ്ഞു കിടക്കുമായിരുന്നു. അവിടുത്തെ CPMൻ്റെ ഈ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുണ്ട്, വലിയ ഓഫീസാണ്. ആ ഓഫീസൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു. അവിടെ ഒന്നും എന്താ പറയുക, ഒരു മരുന്നിന് പോലും ഒരു CPMകാരനെ കാണാനില്ലായിരുന്നു. ആ നിലയിലേക്ക് എല്ലാവരും ഓടി ഒളിച്ചു. അതാണ് സംഭവം. സംഘം ദണ്ഡയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 2 കിലോമീറ്റർ പഥസഞ്ചലനം നടത്തി കഴിഞ്ഞാൽ തീരുന്ന അത്ര പ്രശ്നമുള്ളൂ ഈ പറയുന്ന RSS നിരോധന മേഖല എന്ന് ഇവർ ബോർഡ് വെച്ച സ്ഥലത്ത്. അത്ര മാത്രമേ ഉള്ളൂ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന നിലയിലേക്കാണ് എനിക്കതിനെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ 100-ാം വാർഷികത്തിൻ്റെ RSSൻ്റെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പഥസഞ്ചലനം. അതെ. വിജയദശമിക്ക് എല്ലാ വർഷവും RSS പഥസഞ്ചലനം നടത്തുന്നതാണ്. സാധാരണ രീതിയിൽ ഗണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗണ്ടിൽ, അതായത് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു പഥസഞ്ചലനം നടത്തുക. അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ സംഘത്തിൻ്റെ ജില്ലയുണ്ട്. അത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെയാണ് പഥസഞ്ചലനം നടത്തുക. ഇത്തവണത്തിൽ ഒരു തീരുമാനമെടുത്തു, ഗണ്ട് അടിസ്ഥാനത്തിൽ വേണ്ട, മണ്ഡലം അടിസ്ഥാനത്തിൽ, അതായത് ഗണ്ടിൻ്റെ തൊട്ട് താലൂക്കിൻ്റെ താഴെയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഒരു മണ്ഡലത്തിന് ഒരു താലൂക്കിന് കീഴിൽ ശരാശരി 7-8 മണ്ഡലങ്ങളുണ്ടാവും. അങ്ങനെ വിവിധ ശാഖകൾ ചേരുന്ന സ്ഥലത്താണ് മണ്ഡലം എന്ന് പറയുന്നത്. ഒരു 8-9 ശാഖകൾ ചേരുന്ന ഒരു പ്രദേശത്തിനെയാണ് ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ, അതായത് 7-8 ശാഖകൾ ചേരുന്ന സ്ഥലത്തെ ഒരു മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 200-300 സ്വയംസേവകർ ഈ ചിറ്റാരിപ്പറമ്പിൽ പഥസഞ്ചലനത്തിൽ പങ്കെടുത്തു. അതായത് ആ ചിറ്റാരിപ്പറമ്പിൽ അത്രത്തോളം സംഘത്തിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. ചിറ്റാരിപ്പറമ്പിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന കണ്ണവം എന്ന് പറയുന്ന പ്രദേശം. ഈ കണ്ണവത്താണ് ശവപ്രസാദ് എന്ന് പറയുന്ന RSSൻ്റെ പ്രവർത്തകനെ STPക്കാർ കൊലപ്പെടുത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വളരെ വൈകാരികമായിട്ടുള്ള പല നിമിഷങ്ങളുമുള്ള മണ്ണാണ്. ഈ പറയുന്ന ഈ ചിറ്റാരിപ്പറമ്പിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മാനന്തേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഓർക്കണം, എനിക്കും വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് 2010 മാധ്യമപ്രവർത്തന തുടക്കകാലത്ത് അവിടെ വെച്ച ഒരു റിപ്പോർട്ടിങ്ങിനിടയിൽ അവിടുത്തെ CPMകാർ ഭീകരമായിട്ട് എന്നെയും അന്നത്തെ ക്യാമറമാൻ പ്രവീണിനെയും മർദ്ദിക്കുകയുണ്ടായി. ഏകദേശം ഒരു 24 മണിക്കൂറത്തോളം ICUവിലായിരുന്നു ഞാൻ ICUവിലായിരുന്നു. അപ്പം അവിടെ നമ്മൾ നടക്കുകയാണെങ്കിൽ അവിടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വിടണമെങ്കിൽ അത് ഏത് വീട്ടിലേക്ക് വിടണമെന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ നിലയിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ഥലത്താണ് ഇത്രത്തോളം സ്വയംസേവകർ അവിടെ പൂർണ്ണ ഗണവേഷം അണിഞ്ഞ് അവിടെ കുട്ടികൾ മുതൽ ബാല സ്വയംസേവകർ, അതായത് അവർ മുതൽ വയസ്സായ ആൾക്കാർ വരെയുള്ളവർ അവിടെ പഥസഞ്ചലനത്തിൽ പങ്കെടുത്തത് എന്നാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുക, എനിക്ക് അതിശയകരമായി തോന്നിയിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ട് ഈ തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്ത് എനിക്കത് കണ്ടിട്ട് എനിക്കത് വിഷ്വൽ എടുത്തിട്ട് തീരുന്നില്ല, അതിൻ്റെ ഒരു കൊതി തീരുന്നില്ല. കാരണം ചിറ്റാരിപ്പറമ്പ്, ഞാൻ ഉദ്ദേശിച്ച ചിറ്റാരിപ്പറമ്പ് ഇങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ച ചിറ്റാരിപ്പറമ്പ് മൊത്തം ചുമപ്പാണ്. ആ ചിറ്റാരിപ്പറമ്പാണ് ഈ പറയുന്ന കാവിയിൽ നിറഞ്ഞാടുന്ന ഒരു ചിറ്റാരിപ്പറമ്പായി മാറിയിട്ടുള്ളത്. അവിടെ ഈ നിലയിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംഘത്തിന് ഈ പറയുന്ന ഈ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംഘത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആ ഉത്സവം കഴിയുന്ന സമയത്തേക്ക് ഇപ്പം 83,000 നിത്യശാഖകൾ സംഘത്തിന് രാജ്യത്തുണ്ട് എന്നാണ് കണക്ക്. 83,000. അത് 1 ലക്ഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ പോലും വേണമെങ്കിൽ ഒരു 100-200 ശാഖകൾ കൂടി ഇനിയും തുടങ്ങാനുള്ള അത്ര സാധ്യതകളുണ്ട്. കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും തന്നെ RSSന് ശാഖകളുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന ഈ പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ശാഖയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ശാഖയുണ്ട്. അങ്ങനെ അവിടെ എല്ലാ പ്രധാനപ്പെട്ട P ജയരാജൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാട്യത്ത് ശാഖയുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സംഘത്തിന് അവിടെ ശാഖകളുണ്ട്. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ എന്താ പറയുക, ഒരു ഫാക്ടറിയാണ് സംഘം എന്ന് പറയുന്നത്. ഒരു ഫാക്ടറിയാണ്. ഈ സ്വയംസേവകരെ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് നല്ല നിലയിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ്. മാത്രമല്ല ഇത് സംഘത്തിൻ്റെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരകന്മാരുണ്ട്. 3rd ഇയർ UTC കഴിഞ്ഞ് പ്രചാരകഷിപ്പ് എടുത്തു പോകുന്ന 10 വർഷത്തേക്കോ 15 വർഷത്തേക്കൊക്കെ പ്രചാരകഷിപ്പ് എടുത്തു പോകുന്ന പല പ്രചാരമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നല്ല
ഭാഗവും കണ്ണൂരിൽ നിന്നുള്ള പ്രചാരന്മാരാണ്. പൂർണ്ണസമയ പ്രചാരകൻ അവിടെ വത്സൻ നെല്ലിങ്ങരി ഉൾപ്പെടെ നമുക്കറിയുന്ന എത്രയോ പേരുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് നമുക്ക് പറയുന്നത്, അവർ പറയുന്നു പാർട്ടി ഗ്രാമങ്ങൾ, ചുവന്ന ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെക്കാൾ കൂടുതലും അങ്ങനെയാണെങ്കിൽ അവിടെ CPM-ൻ്റെ MP അല്ലേ ഉണ്ടാകേണ്ടത്, അവിടെ ഉള്ളത് കോൺഗ്രസിൻ്റെ MP ആണല്ലോ. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ മങ്ങി, അവിടുത്തെ ചുമപ്പൊക്കെ മങ്ങി, അത് കാവിയായി മാറി. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ അവിടുത്തെ CPM-കാരെല്ലാം ഓടി ഒളിച്ചു തുടങ്ങി. അവർ പേടിച്ചിട്ടല്ല, അവർ ഈ CPM-ൻ്റെ തന്നെ അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിച്ചിട്ടുള്ള ആ ഇന്നലകൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ കേസിൽപ്പെട്ട് ഉള്ളിൽ കിടക്കുന്ന സമയത്തുള്ള അവരുടെ ദുരനുഭവങ്ങൾ അവർക്കറിയാം. അവിടെ കൊല്ലപ്പെടേണ്ടി വന്നിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അങ്ങനെ അവിടുത്തെ പുതിയ തലമുറ മൊത്തത്തിൽ മാറുകയാണ്. ആ പുതിയ തലമുറകൾ മൊത്തത്തിൽ വന്നു ചേരുന്നതോ സംഘത്തിലേക്കാണ്. ഈ ഇടയ്ക്ക് ഞാൻ മുംബൈയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയി. അവിടെ പോയ ഘട്ടത്തിൽ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, അവിടുത്തെ ഞങ്ങളുടെ ക്യാബിൻ്റെ ഡ്രൈവർ ഒരു സിവിൽ എഞ്ചിനീയർ ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹം പാർട്ട് ടൈമായിട്ട് വണ്ടി ഓടിക്കുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഒരു ശിവസേനേൻ്റെ ഓഫീസ് കണ്ടു. ശിവസേനേൻ്റെ ഓഫീസ് കണ്ട സമയത്ത് ആ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പഴയ ദ്രവിച്ച കെട്ടിടം എന്ന നിലയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഞാൻ കണ്ടപ്പം ഈ പറയുന്ന ഭായിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ശിവസേന ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് പുള്ളി ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ശിവസേനക്കാരനായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ RSS ആണെന്ന് പറഞ്ഞു. ഓ അത് ശരി. അതെ, അതായത് ഇത് നമ്മുടെ കേവലം കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രം ഉണ്ടാകുന്ന ഒരു ഭൗതികമായ മാറ്റമല്ല, അത് രാജ്യത്തുടനീളം ഉണ്ടാകുന്ന മാറ്റമാണ്. ശിവസേനയിൽ നിന്ന് പോകുന്നു ആളുകൾ വരുന്നു, അതുപോലെ കോൺഗ്രസിൽ നിന്ന് വരുന്നു, CPM-ൽ നിന്ന് വരുന്നു. അങ്ങനെ എല്ലാ എന്താ പറയുക നദികളും വന്നു ചേരുന്നത് അറബിക്കടലിൽ അല്ലെങ്കിൽ കടലിലേക്കാണ് എന്ന് നമുക്ക് പറയുന്ന പോലെ സംഗമം അത്തരത്തിലുള്ള വലിയൊരു ഗംഗാ നദി പോലെ വിശാലമായി പറന്നു വീഴുന്ന ഒരു ശുദ്ധമായിട്ടുള്ള നദിയാണ് സംഘം. ആ സംഘത്തിലേക്ക് ഇവരെല്ലാവരും തന്നെ വരികയാണ്. എന്താ പറയുക, ഓരോ സ്വയംസേവനം അവരുടെ ദിവസേനയുള്ള പ്രതിജ്ഞയിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പദത്തേയകായോ നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വേണമെങ്കിലും സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാകും എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതുതന്നെയാണ് ഓരോ സ്വയംസേവനും ഓരോ ഘട്ടത്തിലും അവർ അവിടെ ആരാധിക്കുന്ന വീരാരാധനകളില്ല. സംഘത്തിൽ ആരെയും ഒരു പുരുഷനെ എടുത്ത് ആരാധിക്കുന്നില്ല, ഒരു സ്ത്രീയെ എടുത്ത് ആരാധിക്കുന്നു. അവർ ആരാധിക്കുന്ന ഭാരതാംബയും അതിനപ്പുറത്തായിട്ട് അവർ ആരാധിക്കുന്നത് സംഘത്തിൻ്റെ ഭഗവത്ധ്വജത്തെ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘത്തിന് ഈ 100 വർഷമായിട്ടും ഒരു സ്പ്ലിറ്റും ഇല്ലാണ്ട് 1926 ആദ്യ സംഘശാഖ നടക്കുന്ന ഘട്ടത്തിൽ എന്താണോ സംഘം അന്നുണ്ടാക്കിയ വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ കാര്യക്രമം തന്നെയാണ് ഈ 2025 ഒക്ടോബർ ഇന്ന് 8-ാം തീയതി നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും സംഘത്തിൻ്റെ നിത്യശാഖകളിലും ശാഖകളിലും നടക്കുന്നത്. അതാണ് സംഘം ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് കഴിഞ്ഞ ദിവസം ഒരു നേതാവിനോട്, ഒരു RSSൻ്റെ നേതാവിനോട് ചോദിച്ചു, ഒരു ദേശീയ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി, RSSന് എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയാണ്, RSS എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ്, ഇനിയും ഒരുപാട് നരേന്ദ്രമോദിമാർ നിങ്ങൾ കാണാത്തിടത്തുണ്ട്, അവർ നാളെ വരും. അത് ആരാണെന്ന് ഒരു തരത്തിലും പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. അത് സംഘം അപ്പോൾ തീരുമാനമെടുക്കുന്നതാണ്. അത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ യോഗിയാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതിനകത്ത് അടിസ്ഥാനമില്ല. അത് തന്നെയാണ് കാര്യം. അപ്പം ഈ RSSൻ്റെ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ എല്ലാവരും വരുന്നു. അതിൻ്റെ ഒരു പ്രധാന മൂലകാരണമായിട്ട് ഞാൻ കാണുന്നത് സംഘത്തിനൊരു നേതാവല്ല, ഒരു പ്രതീകത്തെയാണ്. അവർ ആരാധിക്കുന്നത് സംഘത്തിൻ്റെ ഭഗവദ്ധ്വജത്തെ മാത്രമാണ്. ആ സംഘത്തിൻ്റെ ഭഗവദ്ധ്വജത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് അവർ പ്രണാമം അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ആ ഒരു കാര്യക്രമം ഇപ്പോഴും അതേ നിലയിൽ തന്നെ പോകാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ചിറ്റാരിപ്പറമ്പിൽ RSSൻ്റെ സ്വയംസേവകർ പൂർണ്ണ ഗണവേഷമിട്ട് 2 കിലോമീറ്റർ പദസഞ്ചലനം നടത്തിയപ്പോൾ അവിടുത്തെ എല്ലാ CPM-കാരും തന്നെ RSS നിരോധിത മേഖല എന്ന് എഴുതി വെച്ച ഫ്ലെക്സ് ബോർഡ് എടുത്തുകൊണ്ട് ഓടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.